കുവൈത്തിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്ത് സ്വദേശി ബാഹുലേയന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. എംപിമാർ, എംഎൽഎമാർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരുമെല്ലാം കണ്ണീരോടെ ബാഹുലേയന് യാത്ര നൽകി. കുവൈത്തിൽ നിന്നും ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ സഹോദരന്റെ ചേതനയറ്റ ശരീരം പുലാമന്തോൾ തിരുത്തിലെ വീട്ടിലെത്തി. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ബാഹുലേയന്റെ മൃതദേഹം നടപടികളെല്ലാം പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. റോഡരികിലും വഴിയിലും സമീപത്തെ വീടുകളിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കാത്തുനിന്നു. ബാഹുലേയന്റെ ചേതനയറ്റ ശരീരം കണ്ട അച്ഛൻ വേലായുധൻ, അമ്മ ഓമന, സഹോദരി തുഷാര, ഭാര്യ പ്രവീണ എന്നിവർ ദുഃഖം താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞു. ഉറ്റവർ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുന്ന കാഴ്ച ഹൃദയഭേദകമായി. വീട്ടിലെ കർമ്മങ്ങൾക്ക് ശേഷം സമീപത്തെ ബന്ധുവിന്റെ വീടിന് മുറ്റത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ബാഹുലേയന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. രാഷ്ട്രീയ നേതാക്കൾ, എംപിമാർ, എംഎൽഎമാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, എംപിമാരായ ET മുഹമ്മദ് ബഷീർ, PK ശ്രീകണ്ഠൻ, നജീബ് കാന്തപുരം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, മുൻ MLA CP മുഹമ്മദ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, BJP നേതാക്കളായ രവി തേലത്ത്, C കൃഷ്ണകുമാർ, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് S ശശിധരൻ, പെരിന്തൽമണ്ണ തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുവൈത്തിലെ സൂപ്പർ മാർക്കറ്റിൽ സെക്ഷൻ ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്നു ബാഹുലേയൻ. പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന കുടുംബത്തിന് ബാഹുലേയന്റെ മരണം തീരാ നോവായി. ബാഹുലേയൻ അവസാനമായി യാത്രയായി. മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.